ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, SS ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ലോഗോസ് ക്വിസ് പരീക്ഷയുടെ പഠനഭാഗങ്ങളായ ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 300 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും. ഒന്നാമത്തെ ചോദ്യം: ന്യായാധിപന്മാർ 11-ാം അധ്യായത്തിൽ ഏത് ന്യായാധിപനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ജഫ്ത. 11-1. 2. ജഫ്തായുടെ നാട് ഏതാണ്? ഉത്തരം ഗിലെയാദ്. 3. ജഫ്തായുടെ പിതാവ് ആരാണ്? ഉത്തരം ഗിലെയാദ്. 4. ഗിലെയാദുകാരനായ സേനാനിയായിരുന്നു, പക്ഷേ അവൻ ഡാഷ് ആയിരുന്നു. 11:1 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം വേശ്യാപുത്രനായിരുന്നു. 5-ാമത്തെ ചോദ്യം: ന്യായാധിപന്മാർ 11:2 പ്രകാരം ജഫ്തായെ പുറന്തള്ളിയത് ആരാണ്? ഉത്തരം ഗിലെയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ. 6. ആരുടെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല എന്നാണ് ജഫ്തായോട് ഗിലെയാദിന്റെ പുത്രന്മാർ പറഞ്ഞത്? ഉത്തരം ഞങ്ങളുടെ പിതാവിൻ്റെ. 11:2. 7-ാമത്തെ ചോദ്യം: ജഫ്ത ആരുടെ മകനാണെന്നാണ് സഹോദരന്മാർ അവനോട് പറഞ്ഞത്? ഉത്തരം അന്യസ്ത്രീയുടെ. 11:2. 8. ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ച സ്ഥലം ഏതാണ്? ഉത്തരം തോബ്. 11:3. 9. ജഫ്തായോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നത് ആരാണ്? ഉത്തരം ഒരു നീച സംഘം. 11:3. 10. ജഫ്ത തോബിൽ താമസിച്ചിരുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ആരാണ്? ഉത്തരം അമ്മോന്യർ. 11. ജഫ്തായെ തോബ് എന്ന ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയത് ആരാണ്? ഉത്തരം ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ. 12. ആരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണമെന്നാണ് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞത്? ഉത്തരം അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ. 11:6. 13. അടിച്ചിറക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ? ന്യായാധിപന്മാർ 11:7 പ്രകാരം ഇത് ആരോട് ചോദിച്ചതാണ്? ഉത്തരം ജഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട്. 14. നീ ഞങ്ങളോട് കൂടെ വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഡാഷ് നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. 11:8 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ഗിലെയാദ് നിവാസികളായ ഞങ്ങൾ എല്ലാവരുടെയും. നീ ഞങ്ങളോട് കൂടെ വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലെയാദ് നിവാസികളായ ഞങ്ങൾ എല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. 15. അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും ഡാഷ് ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും. ഉത്തരം കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും. 11:9. 16. അമ്മോന്യരെ ആര് തനിക്ക് ഏൽപ്പിച്ചു തരുമെന്നാണ് ജഫ്ത പ്രതീക്ഷിക്കുന്നത്? ഉത്തരം കർത്താവ്. 11:9. 17. ആര് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞത്? ഉത്തരം കർത്താവ്.
11:10. 18 നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച. 11:10 പ്രകാരം ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായോട് പറഞ്ഞത്. 19 ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് കൂടെ പോയപ്പോൾ ജെഫ്തായെ നേതാവായി സ്വീകരിച്ചത് ആരാണ്? ഉത്തരം ജനം. 11:11. 20 നേതാവായ ജെഫ്ത കർത്താവിൻ്റെ മുൻപിൽ നിന്ന് ജനങ്ങളോട് സംസാരിച്ചത് എവിടെ വച്ചാണ്? ഉത്തരം മിസ്പായിൽ വച്ച്. 11:11. 21 ജെഫ്ത അമ്മോന്യ രാജാവിൻ്റെ അടുത്തേക്ക് അയച്ചത് ആരെയാണ്? ഉത്തരം ദൂതന്മാരെ. 11:12. 22 ജെഫ്ത ദൂതന്മാരെ അയച്ച് അമ്മോന്യ രാജാവിനോട് എന്താണ് ചോദിച്ചത്? ഉത്തരം എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം? 11:12. 23 ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ തൻ്റെ ഏത് സ്ഥലങ്ങൾ കൈവശപ്പെടുത്തിയെന്നാണ് അമ്മോന്യ രാജാവ് പറഞ്ഞത്? ഉത്തരം അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള സ്ഥലങ്ങൾ. 11:13. 24 ഇസ്രായേൽ ജനം കൈവശപ്പെടുത്തിയ സ്ഥലങ്ങൾ എങ്ങനെ തിരികെ കിട്ടണമെന്നാണ് അമ്മോന്യ രാജാവ് പറഞ്ഞത്? ഉത്തരം യുദ്ധം കൂടാതെ. 11:13. 25 ന്യായാധിപന്മാർ 11:15 ആരുടെ ദേശം ഇസ്രായേൽ കൈയടക്കിയില്ല എന്നാണ് പറഞ്ഞത്? ഉത്തരം മൊവാബ്യരുടെയോ അമ്മോന്യരുടെയോ ദേശം. 26 ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വരുന്ന വഴി മരുഭൂമിയിൽ കൂടി എവിടെയാണ് എത്തിയത്? ഉത്തരം ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാദഷ് വരെയും. 11:16. 27 കാദഷിലെത്തിയ ഇസ്രായേൽ കടന്നു പോകാനുള്ള അനുവാദം ആദ്യം ചോദിച്ചത് ഏത് രാജാവിനോടാണ്? ഉത്തരം ഏദോം രാജാവിനോട്. 11:17. 28 ഇസ്രായേൽ കടന്നു പോകുന്നതിനുള്ള അനുവാദം രണ്ടാമത് ചോദിച്ചത് ഏത് രാജാവിനോടാണ്? ഉത്തരം മൊവാബ് രാജാവിനോട്. 11:17. 29 രണ്ട് രാജാക്കന്മാരും കടന്നു പോകുന്നതിനുള്ള അനുവാദം കൊടുക്കാതിരുന്നതുകൊണ്ട് ഇസ്രായേൽ ജനം താമസിച്ചത് എവിടെയാണ്? ഉത്തരം കാദശിൽ തന്നെ. 11:17. 30 ഏദോമും മൊവാബും ചുറ്റി ഇസ്രായേൽ എത്തിയത് എവിടെയാണ്? ഉത്തരം മൊവാബിന് കിഴക്ക്. 11:18. 31 മൊവാബിന് കിഴക്കെത്തിയ ഇസ്രായേൽ ഏതിനു മറുകരയാണ് താവളമടിച്ചത്? ഉത്തരം അർണോണിന്. 11:18. 32 മൊവാബിൻ്റെ അതിർത്തി ഏതെന്നാണ് ന്യായാധിപൻ 11:18 പറയുന്നത്? ഉത്തരം അർണോൺ. 33 ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരായിരുന്നു? ഉത്തരം സീഹോൻ. 11:19. 34 സീഹോൻ ആരെ ഒന്നിച്ചു കൂട്ടിയാണ് ഇസ്രായേലിനോട് പൊരുതിയത്? ഉത്തരം ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി. 11:20. 35 എവിടെ താവളമടിച്ചാണ് സീഹോൻ ഇസ്രായേലിനോട് പൊരുതിയത്? ഉത്തരം യാഹാസിൽ. 36 സീഹോനെയും അവൻ്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചത് ആരാണ്? ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. 11:21. 37 അർണോൺ മുതൽ എവിടെ വരെയുള്ള
അമോര്യരുടെ ദേശമാണ് ഇസ്രായേൽ കൈവശപ്പെടുത്തിയത്? ഉത്തരം ജാബോക്ക് വരെയുള്ള ദേശങ്ങൾ. 11:22. 38. നീ അവ കൈവശമാക്കുവാൻ പോകുന്നുവോ? 11:23 അനുസരിച്ച് ഇത് ആരോട് ചോദിച്ചതാണ്? ഉത്തരം ജെഫ്ത അമോര്യ രാജാവിനോട്. 39. അമോര്യരുടെ ദൈവം ആരാണ്? ഉത്തരം കെമോഷ്. 11:24. 40. ബാലാക്ക് ആരുടെ പുത്രനായിരുന്നു? ഉത്തരം മോവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ. 41. മോവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ബാലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ? ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം ജെഫ്ത അമോന്യ രാജാവിനോട്. 11:25. 42. അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ? ആര്? ഉത്തരം മോവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ബാലാക്ക്. 11:25. 43. ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ഡാഷ് തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും 300 വർഷം താമസിച്ച കാലത്ത് നീ എന്തുകൊണ്ട് അവ വീണ്ടെടുത്തില്ല? ന്യായാധിപന്മാർ 11:26 പ്രകാരം പൂരിപ്പിക്കുക. അർണോൺ. ഉത്തരം അർണോൺ. ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും 300 വർഷം താമസിച്ച കാലത്ത് നീ എന്തുകൊണ്ട് അവ വീണ്ടെടുത്തില്ല? 44. ഇസ്രായേല്യർക്കും അമ്മോന്യർക്കും ഇടയ്ക്ക് ഇന്ന് ആര് വിധി നടത്തട്ടെ എന്നാണ് ജെഫ്ത പറഞ്ഞത്? ഉത്തരം ന്യായാധിപനായ കർത്താവ്. 11:27. 45. ന്യായാധിപന്മാർ 11:28 പ്രകാരം ജെഫ്തായുടെ സന്ദേശം വകവയ്ക്കാതിരുന്നത് ആരാണ്? ഉത്തരം അമോന്യ രാജാവ്. 46. ജെഫ്ത ഗിലെയാദ്, മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലെയാദിലെ മിസ്പായിലേക്ക് കടന്ന് എവിടേക്കാണ് പോയത്? ഉത്തരം അമ്മോന്യരുടെ ദേശത്തേക്ക്. 11:29. 47. അമ്മോന്യരുടെ ദേശത്തേക്ക് പോയപ്പോൾ ജെഫ്ത നേർച്ച നേർന്നത് ആർക്കാണ്? ഉത്തരം കർത്താവിന്. 11:30. 48. ഞാൻ അമ്മോന്യരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ പടിവാതിൽക്കൽ എതിരേൽക്കാൻ ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ ആരുടേതായിരിക്കുമെന്നാണ് ജെഫ്ത പറഞ്ഞത്? ഉത്തരം കർത്താവിൻ്റേതായിരിക്കും. 11:31. 49. നേർച്ച നേർന്ന ശേഷം യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി ജെഫ്ത ആരുടെ അതിർത്തിയാണ് കടന്നത്? ഉത്തരം അമ്മോന്യരുടെ അതിർത്തി. 11:32. 50. ജെഫ്ത അരോവർ മുതൽ എന്തിന് സമീപം വരെയാണ് അമ്മോന്യരെ വകവരുത്തിയത്? ഉത്തരം മിന്നിത്തിന് സമീപം വരെ. 11:33. 51. എത്ര പട്ടണങ്ങളിലാണ് ജെഫ്ത അമ്മോന്യരെ വകവരുത്തിയത്? ഉത്തരം 20 പട്ടണങ്ങളിൽ. 52. ന്യായാധിപന്മാർ 11:33 പ്രകാരം വലിയ കൂട്ടക്കൊല നടന്നു. തുടർന്ന് എന്താണ് സംഭവിച്ചത്? ഉത്തരം അമ്മോന്യർ ഇസ്രായേലിന് കീഴടങ്ങി. 53. ജെഫ്ത വീട്ടിലേക്ക് വന്നപ്പോൾ മകൾ അവനെ എതിരേൽക്കാൻ വന്നത് എപ്രകാരമാണ്? ഉത്തരം തപ്പുകൊട്ടിയും നൃത്തം വച്ചു. 11:34. 54. എതിരേൽക്കാൻ വന്ന മകളെ കണ്ടപ്പോൾ ജെഫ്ത എന്താണ് കീറിയത്? ഉത്തരം വസ്ത്രം. 11:35.
55 നീ എന്നെ വല്ലാതെ വിഷമത്തിലാക്കിയിരിക്കുന്നു. 11:35 പ്രകാരം ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം ജെഫ്ത തൻ്റെ മകളോട് പറഞ്ഞത്. 56 തനിക്ക് എന്തിന് സാധിക്കുകയില്ലെന്നാണ് ജെഫ്ത പറഞ്ഞത്? ഉത്തരം നേർച്ചയിൽ നിന്ന് പിന്മാറുന്നതിന്. 11:35. 57 കർത്താവ് ശത്രുക്കളായ അമ്മോന്യരോട് എന്ത് ചെയ്തു എന്നാണ് ജെഫ്തായുടെ മകൾ പറഞ്ഞത്? ഉത്തരം പ്രതികാരം. 11:36. 58 ആരോടൊത്ത് എവിടെ പോയി വിലപിക്കാനാണ് ജെഫ്തായുടെ മകൾ പിതാവിനോട് അനുവാദം ചോദിച്ചത്? ഉത്തരം സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയിട്ട്. 59 പർവ്വതങ്ങളിൽ പോയി എന്തിനെ പ്രതിയാണ് ജെഫ്തായുടെ മകൾ വിലപിച്ചത്? ഉത്തരം തൻ്റെ കന്യാത്വത്തെ പ്രതി. 60 തൻ്റെ കന്യാത്വത്തെ പ്രതി എത്ര നാളാണ് ജെഫ്തായുടെ മകൾ വിലപിച്ചത്? ഉത്തരം 2 മാസം. 11:37. 61 2 മാസം കഴിഞ്ഞ് ജെഫ്തായുടെ മകൾ തിരിച്ചു വന്നത് എവിടേക്കാണ്? ഉത്തരം പിതാവിൻ്റെ അടുക്കലേക്ക്. 11:39. 62 മകൾ തൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോൾ ജെഫ്ത എന്താണ് ചെയ്തത്? ഉത്തരം അവൻ നേർന്നിരുന്നതുപോലെ അവളോട് ചെയ്തു. 11:40. 63 ജെഫ്തായുടെ പുത്രിയെ ഓർത്ത് ആരാണ് വർഷം തോറും കരയാൻ പോയിരുന്നത്? ഉത്തരം ഇസ്രായേൽ പുത്രിമാർ. 11:40. 64 ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും എത്ര ദിവസമാണ് ജെഫ്തായുടെ പുത്രിയെ ഓർത്ത് കരയാൻ പോയിരുന്നത്? ഉത്തരം 4 ദിവസം. 11:40. 65 ന്യായാധിപന്മാർ 12-ാം അധ്യായം ആരംഭിക്കുന്നത് ആര് യുദ്ധത്തിനൊരുങ്ങി എന്ന് പറഞ്ഞാണ്? ഉത്തരം എഫ്രായിംകാർ. 12:1. 66 എഫ്രായിംകാർ യുദ്ധത്തിനൊരുങ്ങി എങ്ങോട്ടാണ് പോയത്? ഉത്തരം സഫോണിലേക്ക്. 67 അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ അതിർത്തി കടന്നപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? 12:1 പ്രകാരം ഇത് ആരോട് ചോദിച്ചതാണ്? ഉത്തരം എഫ്രായിംകാർ ജെഫ്തായോട് ചോദിച്ചത്. 68 നിന്നെയും നിന്റെ ഭവനത്തെയും അഗ്നിക്കിരയാക്കും എന്ന് ജെഫ്തായോട് പറഞ്ഞത് ആരാണ്? ഉത്തരം എഫ്രായിംകാർ. 12:1. 69 12:4 പ്രകാരം ജെഫ്ത ഗിലെയാദ്കാരുമായി ആർക്കെതിരായാണ് യുദ്ധം ചെയ്തത്? ഉത്തരം എഫ്രായിംകാർക്കെതിരെ. 70 ഗിലെയാദ്കാർ ആരുടെ ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്നാണ് എഫ്രായിംകാർ പറഞ്ഞത്? ഉത്തരം എഫ്രായിമിൻ്റെയും മനാസയുടെയും ഇടയിൽ. 71 എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദ്കാർ ഏതിൻ്റെ കടവുകളാണ് പിടിച്ചെടുത്തത്? ഉത്തരം ജോർദാൻ്റെ കടവുകൾ. 12:5. 72 എന്ത് ചോദിക്കുമ്പോഴാണ് നീ ഒരു എഫ്രായിംകാരനോ എന്ന് ഗിലെയാദ്കാർ ചോദിക്കുന്നത്? ഉത്തരം അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിക്കുമ്പോൾ. 73 അഭയാർത്ഥി എഫ്രായിംകാരനല്ല എന്ന് പറഞ്ഞാൽ ഗിലെയാദ്കാർ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്ക് ഏതാണ്? ഉത്തരം ഷിബ്ബോലത്ത്. 12:6. 74 എങ്ങനെ ഉച്ചരിച്ചാലാണ് ഗിലെയാദ്കാർ അഭയാർത്ഥിയെ കൊന്നുകളയുന്നത്? ഉത്തരം സിബ്ബോലത്ത്. 12:6. 75 തെറ്റായി ഉച്ചരിച്ചാൽ അഭയാർത്ഥിയെ കൊല്ലുന്നത് എവിടെ വച്ചാണ്? ഉത്തരം ജോർദാൻ്റെ കടവുകളിൽ വച്ച്. 12:6.
76 ന്യായാധിപന്മാർ 12:6 പ്രകാരം അന്നാളുകളിൽ വധിക്കപ്പെട്ടത് എത്ര പേരാണ്? ഉത്തരം 42,000 പേർ. 77 6 വർഷം മാത്രം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ന്യായാധിപൻ ആരായിരുന്നു? ഉത്തരം ജെഫ്ത. 12:7. 78 ജെഫ്ത മരിച്ചപ്പോൾ അടക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം സ്വന്തം പട്ടണമായ ഗിലെയാദിൽ. 12:7. 79 ജെഫ്തായ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ന്യായാധിപൻ ആരാണ്? ഉത്തരം ഇബ്സാൻ. 12:8. 80 ഇബ്സാന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? ഉത്തരം 30 പുത്രന്മാർ. 12:8. 81 സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്ത എത്ര പുത്രിമാരുണ്ടായിരുന്നു? ഉത്തരം 30. 12:9. 82 ഇബ്സാന് സ്വന്തം കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച എത്ര പുത്രിമാരുണ്ടായിരുന്നു? ഉത്തരം 30. 12:9. 83 ഇബ്സാൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? 7 വർഷം. 12:10. 84 ഇബ്സാൻ മരിച്ച് അടക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം ബത്ലഹേമിൽ. 85 ഇബ്സാന് ശേഷം ഇസ്രായേലിൽ വന്ന ന്യായാധിപൻ ആരായിരുന്നു? ഉത്തരം ഏലോൻ. 12:11. 86 ഇബ്സാന് ശേഷം വന്ന ഏലോൻ ഏത് വംശജനായിരുന്നു? ഉത്തരം സെബുലൂൺ വംശജൻ. 87 ഏലോൻ എത്ര വർഷമാണ് ന്യായപാലനം നടത്തിയത്? ഉത്തരം 10 വർഷം. 12:1. 88 12:11. 88 ഏലോനെ സംസ്കരിക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം സെബുലൂൺ ദേശത്ത് അയ്യാലോണിൽ. 12:12. 89 ഏലോന് ശേഷം ഇസ്രായേലിൽ ന്യായാധിപനായത് ആരാണ്? ഉത്തരം അബ്ദോൻ. 12:13. 90 അബ്ദോന്റെ പിതാവ് ആരായിരുന്നു? ഉത്തരം ഹില്ലേൽ. 12:13. 91 അബ്ദോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? ഉത്തരം 40 പുത്രന്മാർ. 12:14. 92 അബ്ദോന് എത്ര പൗത്രന്മാരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 30 പൗത്രന്മാർ. 12:14. 93 അബ്ദോനും പുത്രന്മാർക്കും സഞ്ചരിക്കുന്നതിനായി എത്ര കഴുതകളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 70 കഴുതകൾ. 12:14. 94 അബ്ദോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഉത്തരം 10 വർഷം. 12:11. 95 അബ്ദോൻ മരിച്ചപ്പോൾ ഏത് മലനാട്ടിലാണ് സംസ്കരിക്കപ്പെട്ടത്? ഉത്തരം അമലേക്യരുടെ മലനാട്ടിൽ. 12:15. 96 അമലേക്യരുടെ മലനാട്ടിൽ ഏത് ദേശത്താണ് അബ്ദോനെ സംസ്കരിച്ചത്? ഉത്തരം എഫ്രായിം ദേശത്തെ പിറഥോനിൽ. 12:15. 97 ഇസ്രായേൽ ജനം വീണ്ടും തിന്മ ചെയ്തപ്പോൾ ദൈവം എത്ര വർഷമാണ് അവരെ ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചത്? ഉത്തരം 40 വർഷം. 13:1. 98 ന്യായാധിപന്മാർ 13:5 പ്രകാരം തലയിൽ എന്ത് തൊടരുതെന്നാണ് ദൂതൻ പറഞ്ഞത്? ഉത്തരം ക്ഷൗരക്കത്തി. 99 സാംസൺ ഇസ്രായേലിനെ വിമോചിപ്പിക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്? ഉത്തരം ഫിലിസ്ത്യരുടെ കൈകളിൽ നിന്ന്. 13:5. 100 ദൂതന്റെ മുഖത്തെക്കുറിച്ച് മനോവയുടെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞത് എന്തായിരുന്നു? ഉത്തരം ദൈവദൂതൻ്റേതുപോലെ
പേടിപ്പെടുത്തുന്നത്? 13:6. 101. മനോവ ദൂതനോട് എന്തു പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ എന്നാണ് പറഞ്ഞത്? ഉത്തരം ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ. 13:15. 102. നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. 13:16 പ്രകാരം ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത്. 103. മനോവ ദൂതനോട് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം കർത്താവിൻ്റെ ദൂതനാണ് അവൻ എന്ന് മനോവ അറിഞ്ഞിരുന്നില്ല. 13:16. 104. മനോവ ആട്ടിൻകുട്ടിയെ എന്തു ബലിയോടുകൂടെയാണ് അർപ്പിച്ചത്? ഉത്തരം ധാന്യ ബലിയോടുകൂടെ. 105. എന്തുകൊണ്ട് നാം തീർച്ചയായും മരിക്കും എന്നാണ് മനോവ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം ദൈവത്തെ കണ്ടതുകൊണ്ട്. 13:22. 106. സോറയ്ക്കും എഷ്താവോലിനും മധ്യേയുള്ള സ്ഥലം ഏതാണ്? ഉത്തരം മഹനേദാൻ. 107. സാംസൺ എവിടെ വച്ചാണ് ഒരു ഫിലിസ്തീയ യുവതിയെ കണ്ടുമുട്ടിയത്? ഉത്തരം തിമ്നായിൽ വച്ച്. 14:1. 108. ഫിലിസ്തീയ യുവതിയെ കണ്ടുമുട്ടിയ കാര്യം സാംസൺ ആരോടാണ് പറഞ്ഞത്? ഉത്തരം മാതാപിതാക്കന്മാരോട്. 14:2. 109. എവിടെ വച്ചാണ് ഒരു സിംഹക്കുട്ടി സാംസന്റെ നേരെ അലറി വന്നത്? ഉത്തരം മുന്തിരിത്തോപ്പിൽ വച്ച്. 14:5. 110. സാംസന്റെ മാതാപിതാക്കൾ ഫിലിസ്ത്യരെ വിശേഷിപ്പിച്ചത് എപ്രകാരമാണ്? ഉത്തരം അപരിച്ഛേദിതരായ ഫിലിസ്ത്യർ. 111. ന്യായാധിപന്മാർ 14:4 പ്രകാരം ഫിലിസ്ത്യർക്കെതിരെ അവസരം പാർത്തിരുന്നത് ആരാണ്? ഉത്തരം കർത്താവ്. 14:4. 112. ആയുധം കൂടാതെ എന്തിനെ എന്ന പോലെയാണ് സാംസൺ സിംഹത്തെ ചീന്തിക്കളഞ്ഞത്? ഉത്തരം ആട്ടിൻകുട്ടിയെ എന്ന പോലെ. 14:6. 113. സാംസൺ തേൻകൂട് കണ്ടത് എവിടെയാണ്? ഉത്തരം സിംഹത്തിൻ്റെ ശരീരത്തിൽ. 14:9. 114. സാംസണെ കണ്ടപ്പോൾ എത്ര പേരെയാണ് അവന് തോഴരായി കൊടുത്തത്? ഉത്തരം 30 പേരെ. 14:11. 115. കടങ്കഥയുടെ ഉത്തരം പറയാൻ സാംസൺ എത്ര ദിവസമാണ് അവർക്ക് നൽകിയത്? ഉത്തരം 7 ദിവസം. 14:12. 116. കടങ്കഥയുടെ ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ പ്രതിഫലമായി സാംസൺ ആവശ്യപ്പെട്ടത് എന്ത്? ഉത്തരം 30 ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും. 14:13. 117. സാംസൺ തോഴരോട് ചോദിച്ച കടങ്കഥ എന്തായിരുന്നു? ഉത്തരം ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. 14:14. 118. എത്രാം ദിവസമാണ് കടങ്കഥയുടെ പൊരുൾ അറിയുന്നതിന് വേണ്ടി തോഴർ സാംസന്റെ ഭാര്യയെ സമീപിച്ചത്? ഉത്തരം 4-ാം ദിവസം. 14:15. 119. കടങ്കഥയുടെ പൊരുളറിഞ്ഞ് തങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് ഫിലിസ്ത്യർ ഭീഷണിപ്പെടുത്തിയത്? ഉത്തരം ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും. 14:15. 120. ദരിദ്രരാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത്? ന്യായാധിപന്മാർ 14:15 പ്രകാരം ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം തോഴർ
സാംസന്റെ ഭാര്യയോട് പറഞ്ഞത്. 121. നിനക്ക് എന്നോട് വെറുപ്പാണ്, എന്നെ സ്നേഹിക്കുന്നില്ല. 16 പ്രകാരം ഇത് ആര് ആരോട് എപ്രകാരം പറഞ്ഞതാണ്? ഉത്തരം: സാംസന്റെ ഭാര്യ അവന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. 122. ഏത് ദിവസം വരെയാണ് കടങ്കഥയുടെ പൊരുൾ അറിയുന്നതിന് വേണ്ടി സാംസന്റെ ഭാര്യ അവനോട് കേണപേക്ഷിച്ചത്? ഉത്തരം: വിരുന്ന് അവസാനിക്കുന്ന 7-ാം ദിവസം വരെ. 14:17. 123. ന്യായാധിപന്മാർ 14:18 പ്രകാരം പട്ടണവാസികൾ സാംസണോട് സംസാരിച്ചത് എപ്പോഴാണ്? ഉത്തരം: 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുൻപ്. 124. സാംസൺ തോഴരോട് പറഞ്ഞ കടങ്കഥയുടെ ഉത്തരം എന്തായിരുന്നു? ഉത്തരം: തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്, സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? 14:18. 125. എന്ത് ചെയ്തില്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു എന്നാണ് സാംസൺ പറഞ്ഞത്? ഉത്തരം: എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ. 14:18. 126. സാംസൺ പശുക്കിടാവിനോട് ഉപമിച്ചിരിക്കുന്നത് ആരെയാണ്? ഉത്തരം: തൻ്റെ ഭാര്യയെ. 14:18. 127. കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തിയോടെ വന്നപ്പോൾ സാംസൺ ആരെയാണ് കൊന്നത്? ഉത്തരം: അഷ്കലോൺ പട്ടണത്തിലെ 30 പേരെ. 14:19. 128. ന്യായാധിപന്മാർ 14:19 പ്രകാരം സാംസൺ കോപാക്രാന്തനായി പോയത് എവിടേക്കാണ്? ഉത്തരം: പിതാവിൻ്റെ ഭവനത്തിലേക്ക്. 129. സാംസൺ കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് എപ്രകാരമാണ് വിശേഷവസ്ത്രം നൽകിയത്? ഉത്തരം: അഷ്കലോൺ പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച്. 14:19. 130. സാംസന്റെ ഭാര്യ ആരുടെ ഭാര്യയായാണ് മാറിയത്? ഉത്തരം: അവൻ്റെ മണവാളത്തോഴൻ്റെ ഭാര്യയായി. 14:20. 131. ഏത് കാലത്താണ് സാംസൺ തൻ്റെ ഭാര്യയെ സന്ദർശിക്കാനായി ചെന്നത്? ഉത്തരം: ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത്. 15:1. 132. ഭാര്യയെ സന്ദർശിക്കാൻ സാംസൺ ചെന്നത് എന്തുമായിട്ടാണ്? ഉത്തരം: ഒരു ആട്ടിൻകുട്ടിയുമായിട്ട്. 15:1. 133. ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും സാംസനെ തടഞ്ഞത് ആരാണ്? ഉത്തരം: ഭാര്യയുടെ പിതാവ്. 15:1. 134. പിതാവ് എന്ത് വിചാരിച്ചാണ് സാംസന്റെ ഭാര്യയെ കൂട്ടുകാരന് ഭാര്യയായിട്ട് നൽകിയത്? ഉത്തരം: സാംസൺ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ചിട്ട്. 15:2. 135. സാംസൺ പോയി എത്ര കുറുനരികളെയാണ് പിടിച്ചത്? ഉത്തരം: 300 കുറുനരികളെ. 15:4. 136. പന്തങ്ങൾക്ക് തീ കൊളുത്തിയ ശേഷം സാംസൺ കുറുനരികളെ എവിടേക്കാണ് വിട്ടത്? ഉത്തരം: ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക്. 15:5. 137. ഫിലിസ്ത്യരുടെ എന്തെല്ലാമാണ് കത്തി നശിച്ചത്? ഉത്തരം: വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും. 138. ന്യായാധിപന്മാർ 15:7 പ്രകാരം ഫിലിസ്ത്യർ ആരെയെല്ലാമാണ് അഗ്നിക്കിരയാക്കിയത്? ഉത്തരം: സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും. 139. ന്യായാധിപന്മാർ 15:7 പ്രകാരം സാംസൺ ചെയ്ത ശപഥം എന്തായിരുന്നു? ഉത്തരം: ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. 140. സാംസൺ ഫിലിസ്ത്യരെ കൊന്നത്
എപ്രകാരമാണ്? ഉത്തരം ക്രൂരമായി പ്രഹരിച്ച്. 15:8. 141. ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്ത ശേഷം സാംസൺ പോയി താമസിച്ച സ്ഥലം ഏതാണ്? ഉത്തരം ഏത്താം പാറക്കെട്ടിൽ. 15:8. 142. യൂദായിൽ പാളയമടിച്ച ഫിലിസ്ത്യർ ആക്രമിച്ച പട്ടണം ഏതാണ്? ഉത്തരം ലേഹി പട്ടണം. 15:9. 143. ഫിലിസ്ത്യർ ലേഹി പട്ടണം ആക്രമിച്ചത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം സാംസൺ ചെയ്തതിന് പകരം വീട്ടാൻ, അവനെ ബന്ധനസ്ഥനാക്കുന്നതിന്. 15:10. 144. യൂദായിലെ എത്ര ആളുകളാണ് ഏത്താം പാറക്കെട്ടിൽ ചെന്ന് സാംസണോട് സംസാരിച്ചത്? ഉത്തരം 3000 ആളുകൾ. 15:11. 145. സാംസൺ എവിടെ എത്തിയപ്പോഴാണ് ആർപ്പുവിളികളോടെ ഫിലിസ്ത്യർ അവനെ കാണാനെത്തിയത്? ഉത്തരം ലേഹിയിലെത്തിയപ്പോൾ. 15:14. 146. ന്യായാധിപന്മാർ 15:14 പ്രകാരം കർത്താവിൻ്റെ ആത്മാവ് സാംസന്റെ മേൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം സാംസനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ് ചണനൂല് പോലെ ആയി, കെട്ടുകൾ അറ്റുവീണു. 15:14. 147. കഴുതയുടെ താടിയെല്ലുകൊണ്ട് സാംസൺ എത്ര പേരെയാണ് കൊന്നത്? ഉത്തരം 1000 പേരെ. 15:15. 148. സാംസൺ കഴുതയുടെ താടിയെല്ല് എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത്? ഉത്തരം റാമാത്ത് ലേഹി. 15:17. 149. റാമാത്ത് ലേഹി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം താടിയെല്ലിൻ്റെ മല. 150. ദൈവം സാംസന് ഉള്ളുപൊള്ളയായ ഒരു സ്ഥലം തുറന്ന് ജലം നൽകിയ സ്ഥലത്തിന് ലഭിച്ച പേരെന്തായിരുന്നു? ഉത്തരം എൻഹക്കോർ. 15:19. 151. എൻഹക്കോർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം അപേക്ഷിക്കുന്നവൻ്റെ ഉറവ. 152. ഫിലിസ്ത്യരുടെ കാലത്ത് സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നത് എത്ര വർഷമാണ്? ഉത്തരം 20 വർഷം. 15:20. 153. സാംസൺ ഗാസായിൽ വച്ച് കണ്ടുമുട്ടിയത് ആരെയാണ്? ഉത്തരം ഒരു സ്വൈരിണിയെ. 16:1. 154. ഗാസ നിവാസികൾ സാംസണെ കൊല്ലുന്നതിനു വേണ്ടി തെരഞ്ഞെടുത്ത സമയം എപ്പോഴാണ്? ഉത്തരം പ്രഭാതത്തിൽ. 16:2. 155. പാതിരാവരെ കിടന്ന സാംസൺ എഴുന്നേറ്റ് എവിടേക്കാണ് പോയത്? ഉത്തരം ഹെബ്രോൻ്റെ മുമ്പിലുള്ള മലമുകളിലേക്ക്. 16:3. 156. സോറേക്ക് താഴ്വരയിൽ സാംസൺ സ്നേഹിച്ച സ്ത്രീയുടെ പേരെന്താണ്? ഉത്തരം ദലീല. 16:4. 157. ഫിലിസ്ത്യർ ദലീലയ്ക്ക് വാഗ്ദാനം ചെയ്തത് എന്തായിരുന്നു? ഉത്തരം 1100 വെള്ളി നാണയം. 16:5. 158. ശക്തി കുറഞ്ഞാൽ ഞാൻ ആരെപ്പോലെയാകുമെന്നാണ് സാംസൺ ദലീലയോട് പറഞ്ഞത്? ഉത്തരം മറ്റു മനുഷ്യരെ പോലെ. 16:7. 159. ദലീല സാംസണെ എത്ര തവണയാണ് വഞ്ചിച്ചത്? ഉത്തരം 3 തവണ. 160. ദലീല ആദ്യമായി സാംസണെ ബന്ധിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട്. 16:8-9. 161. ദലീല സാംസണോട് ആവർത്തിച്ച ചോദ്യം എന്തായിരുന്നു? ഉത്തരം
നിന്റെ ശക്തിയുടെ രഹസ്യം എന്ത്? 162. ദലീല സാംസണോട് എന്തു പറഞ്ഞാണ് അവനെ സ്വാധീനിച്ചത്? ഉത്തരം: നിന്റെ ഹൃദയം എന്നോടുകൂടെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയുവാൻ കഴിയും? 16:15. 163. സാംസൺ തൻ്റെ ശക്തിയുടെ രഹസ്യം തുറന്നു പറഞ്ഞത് എപ്പോഴാണ്? ഉത്തരം: ദലീലായുടെ അലട്ടൽ മരണതുല്യമായപ്പോൾ. 16:17. 164. സാംസന്റെ ശക്തിയുടെ രഹസ്യം എന്തായിരുന്നു? ഉത്തരം: ജനനം മുതൽ നാസീർ വ്രതം. മുടി വെട്ടിയാൽ ശക്തി ക്ഷയിക്കും. 16:17. 165. സാംസൺ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ആരെയാണ് വിളിച്ചത്? ഉത്തരം: ഫിലിസ്ത്യരുടെ നേതാക്കളെ. 16:18. 166. സാംസണെ മടിയിൽ കിടത്തി ഉറക്കി ദലീല എന്താണ് ചെയ്യിച്ചത്? ഉത്തരം: അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകൾ ക്ഷൗരം ചെയ്യിച്ചു. 16:19. 167. സാംസന്റെ ശക്തി നഷ്ടപ്പെടാനുണ്ടായ കാരണം എന്തായിരുന്നു? ഉത്തരം: കർത്താവ് അവനെ വിട്ടുപോയത്. 16:20. 168. ഫിലിസ്ത്യർ സാംസണെ പിടിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത് എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം: ഗാസയിലേക്ക്. 16:21. 169. ശക്തി ക്ഷയിച്ച സാംസണെ ഫിലിസ്ത്യർ ബന്ധിച്ചത് എന്ത് ഉപയോഗിച്ചാണ്? ഉത്തരം: ഓട്ടുചങ്ങല. 16:21. 170. കാരാഗൃഹത്തിൽ സാംസണെ എന്ത് ജോലിയിലാണ് അവർ ഏർപ്പെടുത്തിയത്? ഉത്തരം: മാവ് പൊടിക്കുന്ന ജോലി. 16:21. 171. മുണ്ടനത്തിന് ശേഷവും സാംസന്റെ തലയിൽ മുടി ഡാഷ്. ന്യായാധിപന്മാർ 16:22 പ്രകാരം പൂരിപ്പിക്കാൻ. ഉത്തരം: വളർന്നുകൊണ്ടിരുന്നു. 172. ശത്രുവായ സാംസണെ ആര് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ പറഞ്ഞത്? ഉത്തരം: നമ്മുടെ ദേവനായ ദാഗോൻ. 16:23. 173. ശക്തി ക്ഷയിച്ച സാംസണെ എന്തിനായിട്ടാണ് ഫിലിസ്ത്യർ വിളിച്ചത്? ഉത്തരം: അഭ്യാസം കാണിക്കുന്നതിന് വേണ്ടി. 16:25. 174. ദാഗോന്റെ ആരാധനാലയത്തിൽ എത്ര പേരാണ് സാംസന്റെ അഭ്യാസം കണ്ടത്? ഉത്തരം: ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ. 16:27. 175. സാംസന്റെ അവസാന പ്രാർത്ഥന എന്തായിരുന്നു? ഉത്തരം: കർത്താവേ, എന്നെ ഓർക്കണമേ. ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. 16:28. 176. കെട്ടിടം താങ്ങി നിന്നിരുന്ന ഡാഷ് സാംസൺ പിടിച്ചു. 16:29 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: 2 നെടും തൂണുകളെ. 177. സാംസൺ എപ്രകാരമാണ് തൂണുകളെ തള്ളിയത്? ഉത്തരം: വലത്തുകൈ ഒന്നിലും ഇടത്തുകൈ മറ്റതിലും വച്ച്. 16:29. 178. തൂണുകളെ തള്ളിക്കൊണ്ട് സാംസൺ എന്താണ് പറഞ്ഞത്? ഉത്തരം: ഫിലിസ്ത്യരോടുകൂടെ ഞാനും മരിക്കട്ടെ. 16:30. 179. മരണസമയത്ത് സാംസൺ കൊന്നത് എത്ര പേരെയാണ്? ഉത്തരം: ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികം പേരെ. 16:30. 180.
സാംസൺ ഇസ്രായേലിനെ ഭരിച്ചത് എത്ര വർഷമാണ്? ഉത്തരം 20 വർഷം. 16:31. 181. സാംസണെ സംസ്കരിച്ചത് എവിടെയാണ്? ഉത്തരം സോറായ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ. 16:31. 182. ന്യായാധിപന്മാർ 17-ാം അധ്യായം ആരംഭിക്കുന്നത് ഏത് മലനാട്ടിലുണ്ടായിരുന്ന ആളുകളെ പറ്റി പറഞ്ഞുകൊണ്ടാണ്? ഉത്തരം എഫ്രായിം മലനാട്ടിൽ. ഉത്തരം 17:1. 183. എത്ര വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റിയാണ് മിക്കായുടെ അമ്മ ശാപം ഉച്ചരിച്ചത്? ഉത്തരം 1100 വെള്ളി നാണയങ്ങൾ. 17:2. 184. വെള്ളി നാണയങ്ങൾ താനാണ് എടുത്തതെന്ന് മിക്ക പറഞ്ഞപ്പോൾ അമ്മ എന്താണ് പറഞ്ഞത്? എൻ്റെ മകനെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. 17:2. 185. എത്ര വെള്ളി നാണയങ്ങളാണ് മിക്ക അമ്മയ്ക്ക് തിരികെ കൊടുത്തത്? ഉത്തരം 1100. 17:3. 186. വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി മിക്കായുടെ അമ്മ തട്ടാനെ ഏൽപ്പിച്ചത് എത്ര വെള്ളി നാണയങ്ങളാണ്? ഉത്തരം 200 വെള്ളി നാണയങ്ങൾ. 17:4. 189. തട്ടാൻ നിർമ്മിച്ച കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും എവിടെയാണ് പ്രതിഷ്ഠിച്ചത്? ഉത്തരം മിക്കായുടെ ഭവനത്തിൽ. 17:4. 190. എഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കിയ മിക്ക ആരെയാണ് പുരോഹിതനായിട്ട് അവരോധിച്ചത്? ഉത്തരം തൻ്റെ പുത്രനെ. 17:5. 191. അന്ന് ഇസ്രായേലിൽ ഇല്ലാതായിരുന്നതായി 17:6 പറയുന്നത് എന്താണ്? ഉത്തരം രാജവാഴ്ച. 192. യൂദായിലെ എവിടെയാണ് യൂദാ വംശജനായ ലേവ്യ യുവാവ് ഉണ്ടായിരുന്നത്? ഉത്തരം ബെത്ലഹേമിൽ. 17:7. 193. എന്തന്വേഷിച്ചാണ് ലേവ്യ യുവാവ് ബെത്ലഹേമിൽ നിന്നും മിക്കായുടെ ഭവനത്തിൽ എത്തിയത്? ഉത്തരം ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം. 17:8. 194. നീ എനിക്ക് ഒരു പിതാവും ഡാഷും ആയിരിക്കുക. 17:10 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം പുരോഹിതനും. നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക. 195. വർഷം തോറും എന്തെല്ലാം നൽകാമെന്നാണ് മിക്ക ലേവ്യനായ യുവാവിനോട് പറഞ്ഞത്? ഉത്തരം 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും. 17:10. 196. ലേവ്യനായ യുവാവ് മിക്കായ്ക്ക് ആരെ പോലെ ആയിരുന്നു? ഉത്തരം പുത്രനെ പോലെ. 17:11. 197. രണ്ടാം പ്രാവശ്യം മിക്ക പുരോഹിതനായി അവരോധിച്ചത് ആരെയാണ്? ഉത്തരം ലേവ്യനെ. 17:12. 198. ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം മിക്ക. 17:13. 199. ന്യായാധിപന്മാർ 18:1 പ്രകാരം ഇസ്രായേലിൽ ഏത് ഗോത്രത്തിനായിരുന്നു അധിവസിക്കുവാൻ ഭൂമി അവകാശമായി ഇല്ലാതിരുന്നത്? ഉത്തരം ദാൻ ഗോത്രത്തിന്. 200. ദേശം ഒറ്റുനോക്കുന്നതിന് മിക്കായുടെ ഭവനത്തിലെത്തിയ 5 പേർ ഏത് ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു? ഉത്തരം ദാൻ ഗോത്രത്തിലെ. 18:2. 201. ദാൻ ഗോത്രക്കാർ ആരെയാണ് ദേശം ഒറ്റുനോക്കാൻ അയച്ചത്? ഉത്തരം തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ. 18:2. 202. മിക്കായുടെ ഭവനത്തെ സമീപിച്ചവർ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത്? ഉത്തരം യുവലേവ്യൻ്റെ.
18-3. 203 ദൈവത്തോട് എന്താരാഞ്ഞറിയുക എന്നാണ് യുവലേവ്യനോട് ഒറ്റുനോക്കാൻ വന്നവർ പറഞ്ഞത്. ഉത്തരം തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന്. 18-5. 204 പുരോഹിതൻ പറഞ്ഞു, ഡാഷ് പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. ഉത്തരം സമാധാനമായി. 18-6. 205 ദേശം ഒറ്റുനോക്കാൻ വേണ്ടി മിക്കായുടെ ഭവനത്തിൽ നിന്നും പുറപ്പെട്ട 5 പേർ എത്തിച്ചേർന്നത് എവിടെയാണ്? ഉത്തരം ലായിഷിൽ. 18-7. 206 ലായിഷിലെ ജനങ്ങൾ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായിരുന്നത് ആരെ പോലെയാണ്? ഉത്തരം സീദോന്യരെ പോലെ. 18-7. 207 അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു, അവർ സമ്പന്നരായിരുന്നു. 18-7 ഇപ്രകാരം പറയുന്നത് ആരെ പറ്റിയാണ്? ഉത്തരം ലായിഷിലെ ജനങ്ങളെ പറ്റി. 18-7. 208 ന്യായാധിപന്മാർ 18-10 പ്രകാരം നിങ്ങൾ ചെല്ലുമ്പോൾ ആരെ കണ്ടുമുട്ടുമെന്നാണ് ഒറ്റുനോക്കാൻ പോയവർ പറഞ്ഞത്? ഉത്തരം ശങ്കയില്ലാത്ത ഒരു ജനത്തെ. 18-10. 209 ദാൻ ഗോത്രത്തിൽ നിന്ന് ലായിഷുകാരെ ആക്രമിക്കാൻ ആയുധധാരികളായ എത്ര പേരാണ് പുറപ്പെട്ടത്? ഉത്തരം 600 പേർ. 18-11. 210 ദാൻ ഗോത്രത്തിലെ 600 പേർ കിരിയാത്ത് യെയാറിമിൽ ചെന്ന് പാളയമടിച്ചതിനാൽ ആ സ്ഥലം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം മഹനേദാൻ. 18-12. 211 മഹനേദാൻ എന്ന പദത്തിൻ്റെ നിർവചനം എന്താണ്? ഉത്തരം ദാനിൻ്റെ പാളയം. 212 കിരിയാത്ത് യെയാറിമിൻ്റെ ഏത് ഭാഗത്താണ് മഹനേദാൻ? ഉത്തരം പടിഞ്ഞാറ് ഭാഗത്ത്. 18-12. 213 മിക്കായുടെ ഭവനത്തിൽ നിന്ന് 5 പേർ വസ്തുക്കൾ എടുത്തപ്പോൾ പടിവാതിൽക്കൽ നിന്നിരുന്നത് ആരെല്ലാമാണ്? ഉത്തരം പുരോഹിതനും ആയുധധാരികളായ 600 പേരും. 214 അയൽവാസികളെ ഒന്നിച്ചുകൂട്ടി ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുമ്പിൽ കയറിയത് ആരാണ്? ഉത്തരം മിക്കായും അയൽവാസികളും. 18-22. 215 മിണ്ടാതിരിക്കുക, വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നുകളഞ്ഞെന്ന് വരാം. ഇത് ആര് ആരോട് പറഞ്ഞതാണ്? ഉത്തരം ദാൻകാർ മിക്കായോട് പറഞ്ഞത്. 18-25. 216 ന്യായാധിപന്മാർ 18-26 പ്രകാരം മിക്ക എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്? ഉത്തരം ദാൻകാർ ചെറുക്കാനാകാത്ത വിധം ശക്തരായിരുന്നതുകൊണ്ട്. 217 തങ്ങൾ പുതുക്കിപ്പണിത പട്ടണത്തിന് ദാൻ ഗോത്രക്കാർ നൽകിയ പേര് എന്തായിരുന്നു? ഉത്തരം ദാൻ. 18-29. 218 പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാർ ആരായിരുന്നു? ഉത്തരം ഗർഷോമിൻ്റെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും. 18-30. 219 ഗർഷോമിൻ്റെ പിതാവ് ആരായിരുന്നു? ഉത്തരം മോശ. 18-30. 220 ദൈവത്തിൻ്റെ ആലയം ഡാഷിൽ ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു. ഉത്തരം ഷീലോയിൽ. 18-31. 221 ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്താണ്? ഉത്തരം ഗിബെയക്കാരുടെ മ്ലേച്ഛത. 222 19:1 പ്രകാരം അക്കാലത്ത്
ഇസ്രായേലിൽ ഇല്ലാതായിരുന്നതായി പറയുന്നത് എന്ത്? ഉത്തരം രാജവാഴ്ച. 223. എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ ആരെയാണ് ഉപനാരിയായി സ്വീകരിച്ചത്? ഉത്തരം യൂദായിലെ ഒരു ബത്ലഹേംകാരിയെ. 19:1. 224. യൂദായിലെ ബത്ലഹേംകാരി പിണങ്ങി എവിടേക്കാണ് തിരികെ പോയത്? ഉത്തരം തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്. 19:2. അനുനയം പറഞ്ഞ് ഉപനാരിയെ തിരികെ കൊണ്ടുവരുന്നതിനായി ആരാണ് ഇറങ്ങിത്തിരിച്ചത്? ഉത്തരം അവളുടെ ഭർത്താവ്. 19:3. 226. എപ്രകാരമാണ് യുവതിയുടെ പിതാവ് അവനെ ഭവനത്തിൽ സ്വീകരിച്ചത്? ഉത്തരം സന്തോഷത്തോടെ. 19:3. 227. അമ്മായിയപ്പൻ നിർബന്ധിച്ചപ്പോൾ എത്ര ദിവസമാണ് അവൻ അവിടെ താമസിച്ചത്? ഉത്തരം 3 ദിവസം. 19:4. 228. അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം. ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം യുവതിയുടെ പിതാവ് ലേവ്യനോട് പറഞ്ഞത്. 19:5. 229. 19:9 പ്രകാരം ലേവ്യനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞത് എന്താണ്? ഉത്തരം ഇതാ നേരം വൈകി, രാത്രി ഇവിടെ താമസിക്കുക, ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക, നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം. 230. ജബൂസിൻ്റെ അടുത്തെത്തിയപ്പോൾ ഭൃത്യൻ യജമാനനോട് പറഞ്ഞത് എന്താണ്? ഉത്തരം നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചിലവഴിക്കാം. 19:11. 231. നാം എവിടെ പ്രവേശിക്കരുത് എന്നാണ് യജമാനൻ പറഞ്ഞത്? ഉത്തരം ഇസ്രായേല്യരുടേതല്ലാത്ത അന്യനഗരത്തിൽ. 19:12. 232. സൂര്യൻ അസ്തമിച്ചപ്പോൾ യാത്ര ചെയ്തിരുന്നവർ എവിടെയാണ് എത്തിയത്? ഉത്തരം ഗിബെയയിൽ. 19:14. 233. ഏത് ഗോത്രക്കാരുടെ പട്ടണമാണ് ഗിബെയ? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരുടെ. 19:14. 234. ഗിബെയയിൽ രാത്രി ചെലവഴിക്കാൻ ചെന്നപ്പോൾ അവർ തുറസായ സ്ഥലത്തിരിക്കാനുണ്ടായ കാരണം എന്താണ്? ഉത്തരം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്യാത്തതിനാൽ. 19:15. 235. ആര് വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വരുന്നതാണ് അവൻ കണ്ടത്? ഉത്തരം ഒരു വൃദ്ധൻ. 19:16. 236. വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വന്ന വൃദ്ധൻ ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം എഫ്രായിം മലനാട്ടുകാരൻ. 19:16. 237. പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടപ്പോൾ വൃദ്ധൻ ചോദിച്ചത് എന്ത്? ഉത്തരം നീ എവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു? 19:17. 238. താൻ എവിടെ പോയെന്നാണ് ലേവ്യൻ വൃദ്ധനോട് പറഞ്ഞത്? ഉത്തരം യൂദായിലെ ബത്ലഹേമിൽ. 19:18. 239. കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട ഡാഷും ഡാഷും ഞങ്ങളുടെ കൈവശമുണ്ട്, ഒന്നിനും കുറവില്ല. 19:19 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം അപ്പവും വീഞ്ഞും. 240. സമാധാനമായിരിക്കുക, വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം, ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുത്. ഇത് ആരാണ് പറഞ്ഞത്? ഉത്തരം വൃദ്ധൻ. 19:20. 241. വൃദ്ധൻ അവരെ എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം തൻ്റെ വീട്ടിലേക്ക്.
19ൻ്റെ 21. 242. വൃദ്ധൻ്റെ വീട് വളഞ്ഞ ആഭാസന്മാർ ആരെ പുറത്തു കൊണ്ടുവരിക എന്നാണ് ആവശ്യപ്പെട്ടത്? ഉത്തരം നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ. 19ൻ്റെ 22. 243. സഹോദരന്മാരെ, നിങ്ങൾ ഈ തിന്മ ചെയ്യരുത്. ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ. ഈ മ്ലേച്ഛ പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം വീട്ടുടമസ്ഥൻ. 19ൻ്റെ 23. 244. ആ മനുഷ്യന് പകരം ആരെ വിട്ടുതരാം എന്നാണ് വൃദ്ധൻ പറഞ്ഞത്? ഉത്തരം കന്യകയായ പുത്രിയെയും ലേവ്യൻ്റെ ഉപനാരിയെയും. 19ൻ്റെ 24. 245. ലേവ്യൻ്റെ ഉപനാരിയെ അവർ വിട്ടയച്ചത് എപ്പോഴാണ്? ഉത്തരം പ്രഭാതമായപ്പോൾ. 19ൻ്റെ 25. 246. ആ സ്ത്രീ ആര് കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കലാണ് തളർന്നു വീണത്? ഉത്തരം തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ. 19ൻ്റെ 26. 247. ലേവ്യൻ അവളെ എടുത്ത് കഴുതപ്പുറത്ത് വച്ച് എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം സ്വന്തം വീട്ടിലേക്ക്. 19ൻ്റെ 28. 248. ഇസ്രായേൽ ഡാഷ് വന്നതിനു ശേഷം ഇന്നുവരെ ഇപ്രകാരം ഒന്നും സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. 19:30 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ഈജിപ്തിൽ നിന്ന്. 249. ന്യായാധിപന്മാർ 20:1 പ്രകാരം ദാൻ മുതൽ എവിടെ വരെയുള്ള ഇസ്രായേൽ ജനമാണ് ഇറങ്ങിത്തിരിച്ചത്? ഉത്തരം ബേർഷെബ വരെയുള്ള. 20ൻ്റെ 1. 250. ജനം ഏക മനസ്സോടെ എവിടെ ആരുടെ മുമ്പിലാണ് ഒന്നിച്ചു കൂടിയത്? ഉത്തരം മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ. 251. ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായത് ആരെല്ലാമാണ്? ഉത്തരം ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും. 20ൻ്റെ 2. 252. ഖഡ്ഗധാരികളുടെ കാലാൾപ്പട എത്ര പേരടങ്ങിയതായിരുന്നു? ഉത്തരം 4,00,000 പേർ. 20ൻ്റെ 2. 253. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നു എന്ന് കേട്ട ഗോത്രം ഏതാണ്? ഉത്തരം ബെഞ്ചമിൻ. 20ൻ്റെ 3. 254. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങളോട് പറയുക എന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? ഉത്തരം ഇസ്രായേൽ ജനം. 20ൻ്റെ 3. 255. താനും ഉപനാരിയും എവിടെ താമസിക്കാൻ ചെന്നു എന്നാണ് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഗിബെയായിൽ. 20ൻ്റെ 4. 256. മരിച്ച ഉപനാരിയെ കഷ്ണങ്ങളായി മുറിച്ച് എവിടേക്കാണ് ലേവ്യൻ കൊടുത്തയച്ചത്? ഉത്തരം ഇസ്രായേൽക്കാരുടെ ദേശങ്ങളിലെല്ലാം. 257. അത്ര വലിയ ഡാഷ് ആണ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത്. ന്യായാധിപന്മാർ 20:6 അനുസരിച്ച് പൂരിപ്പിക്കുക. ഉത്തരം മ്ലേച്ഛത. 20ൻ്റെ 6. 258. 20:8 പ്രകാരം ഇസ്രായേൽ ജനം ചെയ്ത ശപഥം എന്തായിരുന്നു? ഉത്തരം തങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല. 259. ഗിബെയായോട് നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് ഇസ്രായേൽ ജനം പറഞ്ഞത്? ഉത്തരം നറുക്കിട്ട് നമുക്കതിനെ ആക്രമിക്കാം. 20ൻ്റെ 9. 260.
ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്നും എങ്ങനെ ആളുകളെ തിരഞ്ഞെടുക്കാനാണ് ജനം തീരുമാനിച്ചത്? ഉത്തരം 100-ന് 10, 1000-ന് 100, 10,000-ന് 1000 എന്ന ക്രമത്തിൽ. 261 ബെഞ്ചമിൻ ഗോത്രത്തിലെ ഡാഷ് നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് ഭക്ഷണം കൊണ്ടുവരട്ടെ. ഉത്തരം ഗിബെയ നഗരം. 20-ന്റെ 10. 262 ബെഞ്ചമിൻ ഗോത്രക്കാർ വകവയ്ക്കാതിരുന്നത് ആരുടെ വാക്കുകളാണ്? ഉത്തരം സഹോദരരായ ഇസ്രായേൽ ഗോത്രക്കാരുടെ വാക്കുകൾ. 263 ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി ഗിബെയായിൽ ഒന്നിച്ചുകൂടിയത് ആര്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ. 20-ന്റെ 14. 264 700 പ്രഗത്ഭന്മാർക്ക് പുറമെ വാളെടുക്കാൻ പോന്ന എത്ര ബെഞ്ചമിൻ ഗോത്രജരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 26,000. 20-ന്റെ 15. 265 അവരിൽ പ്രഗത്ഭന്മാരായ എത്ര ഇടത്തുകയ്യന്മാരുണ്ടായിരുന്നു? ഉത്തരം 700. 20-ന്റെ 16. 266 പ്രഗത്ഭരായ 700 ഇടത്തുകയ്യന്മാർ ആരായിരുന്നു? ഉത്തരം ഒരു തലമുടി ഇഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാർ. 20-ന്റെ 16. 267 ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞപ്പോൾ ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് അരുളി ചെയ്തത്? ഉത്തരം യൂദാ ആദ്യം പോകട്ടെ എന്ന്. 20-ന്റെ 18. 268 20-26 അനുസരിച്ച് ഇസ്രായേൽ ജനം മുഴുവൻ യോദ്ധാക്കളും ചേർന്ന് എന്താണ് ചെയ്തത്? ഉത്തരം ബഥേലിൽ വന്ന് കരഞ്ഞു. 269 ഇസ്രായേൽ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് അണിനിരന്നത് എവിടെയാണ്? ഉത്തരം ബാൽതാമാറിൽ. 270 ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും അടയാളമായി തമ്മിൽ പറഞ്ഞൊത്തിരുന്നത് എന്താണ്? ഉത്തരം പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന്. 20-ന്റെ 38. 271 ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കിയത് എപ്പോഴാണ്? ഉത്തരം പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ. 20-ന്റെ 40. 272 20:42 പ്രകാരം മരുഭൂമിയിലേക്ക് പലായനം ചെയ്തവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചത് ആരാണ്? ഉത്തരം പട്ടണത്തിൽ നിന്ന് വന്നവർ. 20-ന്റെ 42. 273 ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞ് ഡാഷ് മുതൽ കിഴക്ക് ഗിബെയ വരെ പിന്തുടർന്ന് അവരെ നിശ്ശേഷം പരാജയപ്പെടുത്തി. ഉത്തരം നോഹാഹ്. ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞ് നോഹാഹ് മുതൽ കിഴക്ക് ഗിബെയ വരെ പിന്തുടർന്ന് അവരെ നിശ്ശേഷം പരാജയപ്പെടുത്തി. 20-ന്റെ 43. 274 20:44 പ്രകാരം യുദ്ധവീരന്മാരായ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് നിലംപതിച്ചത്? ഉത്തരം 18,000. 275 20:47 പ്രകാരം 600 പേർ മരുഭൂമിയിൽ എവിടേക്കാണ് ഓടി രക്ഷപ്പെട്ടത്? ഉത്തരം റിമ്മോൺ പാറയിലേക്ക്. 276 ഇസ്രായേൽക്കാർ മിസ്പായിൽ വച്ച് ചെയ്ത ശപഥം എന്തായിരുന്നു? ഉത്തരം നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയില്ല. 21-ന്റെ 1. 277 21:3 പ്രകാരം
ഇസ്രായേൽക്കാർ ദൈവത്തോട് ചോദിച്ചത് എന്താണ്? ഉത്തരം: ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ടാണ്? 278. പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ജനം എന്താണ് നിർമ്മിച്ചത്? ഉത്തരം: ഒരു ബലിപീഠം. 21:4. 279. ബലിപീഠത്തിൽ ജനം ഏതെല്ലാം ബലികളാണ് അർപ്പിച്ചത്? ഉത്തരം: ദഹന ബലികളും സമാധാന ബലികളും. 21:4. 280. ഇസ്രായേൽക്കാർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നത് ആരെ കൊന്നുകളയണമെന്നാണ്? ഉത്തരം: മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പാകെ വരാത്തവനെ. 21:5. 281. 21:6 പ്രകാരം ഇസ്രായേൽക്കാർക്ക് അനുകമ്പ തോന്നിയത് ആരോടാണ്? ഉത്തരം: സഹോദര ഗോത്രമായ ബെഞ്ചമിനോട്. 282. ഇസ്രായേലിൽ എന്ത് അറ്റുപോയിരിക്കുന്നു എന്നാണവർ പറഞ്ഞത്? ഉത്തരം: ഒരു ഗോത്രം. 21:6. 283. സമ്മേളനത്തിന് ആരും സന്നിഹിതരാകാതിരുന്ന ഗോത്രം ഏതായിരുന്നു? ഉത്തരം: യാബേഷ് ഗിലെയാദ്. 21:8. 284. യാബേഷ് ഗിലെയാദ് നിവാസികൾ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്യകമാരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം: 400 കന്യകമാർ. 2:11. 21:11. 285. പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത 400 കന്യകമാരെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത്? ഉത്തരം: ഷീലോയിലെ പാളയത്തിലേക്ക്. 286. ഇസ്രായേൽ സമൂഹം ആരുടെ അടുക്കൽ ആളയച്ചാണ് സമാധാന പ്രഖ്യാപനം നടത്തിയത്? ഉത്തരം: റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുത്ത്. 21:13. 287. 21:14 പ്രകാരം യാബേഷ് ഗിലെയാദിൽ നിന്നും കൊണ്ടുവന്ന സ്ത്രീകളെ എന്താണ് ചെയ്തത്? ഉത്തരം: അവരെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഭാര്യമാരായി കൊടുത്തു. 21:14. 288. ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ ബെഞ്ചമിൻ ഗോത്രത്തോട് അലിവ് തോന്നാനുണ്ടായ കാരണം എന്തായിരുന്നു? ഉത്തരം: കർത്താവ് ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട്. 21:15. 289. ബാക്കിയുള്ളവർക്കു കൂടി ഭാര്യമാരെ ലഭിക്കുന്നതിന് നാം എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ. 21:16. 290. ഏത് ഗോത്രത്തിൽ സ്ത്രീകൾ അറ്റുപോയല്ലോ എന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഉത്തരം: ബെഞ്ചമിൻ ഗോത്രത്തിൽ. 291. എന്തുകൊണ്ടാണ് ബെഞ്ചമിനെ സംരക്ഷിക്കുവാൻ ഇസ്രായേൽ ആഗ്രഹിച്ചത്? ഉത്തരം: ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞ് പോകാതിരിക്കുന്നതിന് വേണ്ടി. 21:17. 292. ഇസ്രായേൽ പുത്രിമാരെ ഭാര്യമാരായി നൽകാൻ സാധ്യമല്ലാത്തത് ഏത് വംശജർക്കാണ്? ഉത്തരം: ബെഞ്ചമിൻ വംശജർക്ക്. 21:18. 293. ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ എന്തായിരിക്കുമെന്നാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ശപഥം? ഉത്തരം: ശപിക്കപ്പെട്ടവനായിരിക്കും എന്ന്. 21:18. 294. വർഷം തോറും കർത്താവിൻ്റെ ഉത്സവം ആഘോഷിക്കാറുള്ളത് എവിടെയാണ്? ഉത്തരം: ഷീലോയിൽ. 21:19. 295. 21:20 പ്രകാരം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ ബെഞ്ചമിൻകാരോട് നിർദ്ദേശിച്ചത് എന്ത്? ഉത്തരം: മുന്തിരിത്തോട്ടങ്ങളിൽ പോയി പതിയിരിക്കുവാൻ. 296. ബെഞ്ചമിൻകാരോട് എപ്പോൾ
പുറത്തു വരാനാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ നിർദ്ദേശിച്ചത്? ഉത്തരം ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുമ്പോൾ. 21-ന്റെ 21. 297. യുദ്ധത്തിൽ ഞങ്ങൾ അവർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല, നിങ്ങൾ അവർക്ക് കൊടുത്തതുമില്ല. 21-22 പ്രകാരം ഇത് ആര് ആരോട് പറഞ്ഞത്? ഉത്തരം ശ്രേഷ്ഠന്മാർ പരാതിയുമായി വരുന്നവരോട്. 298. 21-23 പ്രകാരം ബെഞ്ചമിൻ ഗോത്രക്കാർ ഭാര്യമാരെ ലഭിച്ച ശേഷം എന്താണ് ചെയ്തത്? ഉത്തരം പട്ടണം പുതുക്കി അവിടെ വസിച്ചു. 299. ഇസ്രായേൽ ജനം അവിടെ നിന്നും എവിടേക്കാണ് മടങ്ങിപ്പോയത്? ഉത്തരം അവരുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്കും. 300. 21-25 പ്രകാരം ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തത് എപ്പോഴാണ്? ഉത്തരം ഇസ്രായേലിൽ രാജാവില്ലാതിരുന്ന കാലത്ത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവരും നല്ലോണം പഠിക്കും, നല്ല മാർക്ക് സ്കോർ ചെയ്യും. എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകരിച്ചെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.